അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി തരട്ടെ. ബഹുമാനമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആ റമളാനെ വേണ്ടുവോളം ബഹുമാനം നൽകിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അമൽ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യമായി നാം തൗബ ചെയ്യാം. ചെയ്തു പോയ ദോഷങ്ങളെക്കുറിച്ചുള്ള ഖേദപ്രകടനവും ഇനിയൊരിക്കലും ഒരു ദോഷങ്ങളിലേക്കും കടക്കുകയില്ലെന്നും ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലും മനുഷ്യരുമായുള്ള ബാധ്യതകളിൽ നിന്ന് ഒഴിവാകലുമൊക്കെ തൗബയുടെ ഷർത്തുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നാം കേൾക്കുന്നവരാണ്, പഠിച്ചവരാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് തൗബ ചെല്ലാം. അല്ലാഹു പരിപൂർണമായും നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ തൗബകളെ അല്ലാഹു പരിപൂർണമായും സ്വീകരിക്കട്ടെ. പടച്ച തമ്പുരാനോട് നാം എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹ് തൗബയില്ലാത്ത മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. തൗബയില്ലാത്ത മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഈ അമലുകൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ അമലുമാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പരിശുദ്ധമാക്കപ്പെട്ട തൗബയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله
عليها نحيا وعليها نموت وعليها نبعث إن شاء الله بحق لا إله إلا الله محمد رسول الله بحق لا إله إلا الله محمد رسول الله بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم. الحمد لله. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബയെ അല്ലാഹ് സ്വീകരിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു സമയം പോലും പാഴാക്കാതെ, ഒരു സമയം പോലും നഷ്ടപ്പെടുത്തി കളയാതെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിപൂർണമായും ആ റമളാനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങളിൽ ബറക്കത്ത് നൽകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعلنا من التوابين وجعلنا من المتطهرين وجعلنا من عبادك الصالحين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമർറഹീമായ മലക്കുൽ ജബ്ബാറായ കരുണയുള്ള അല്ലാഹ്, കൃപയുള്ള ദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല ദോഷങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശിഷ്ടകാല ജീവിതം പാപരഹിത നിലയിൽ ജീവിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ തൃപ്തിയിലായി നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, നീ തന്ന ആയുസ് കഴിയുമ്പോൾ
ഈമാനോട് കൂടി വിട പറയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരി തൂകി മരണമടയുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ലോ. അല്ലാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും മാപ്പാക്കണയല്ലോ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണയല്ലോ. പരിശുദ്ധവും പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണേ അല്ലാ. ആ റമളാന് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ശഅബാനും റജബും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആ റമളാനിൽ വേണ്ടുവോളം നിന്നിലേക്ക് ഇബാദത്തുകൾ അർപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ശാരീരിക ആഫിയത്ത് നൽകണയല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ കാക്കണയല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾ തളർന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ആരോഗ്യം നിലനിർത്തി തരണയല്ലാ. ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ ശരീര തളർച്ചയെ തൊട്ട് കാക്കണയല്ലാ. അല്ലാഹുവേ, കാലുവേദന, കൈവേദന, മുട്ടുവേദന സംബന്ധമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണയല്ലോ. അല്ലാഹുവേ, മരണം വരെ ശാരീരിക ആഫിയത്ത് നൽകണയല്ലോ. മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ലോ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണയല്ലോ. ഞങ്ങളുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കണയല്ലോ. നോമ്പുകൾ സ്വീകരിക്കണയല്ലോ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയല്ലേ അല്ലോ. അല്ലാഹുവേ, അമലുകൾ പരിപൂർണമായും സ്വീകരിക്കണയല്ലാ. അതിൽ വന്നു പോകുന്ന അശ്രദ്ധതകൾ പരിഹരിക്കണയല്ലോ. അല്ലാഹുവേ, ഈമാൻ നിലനിർത്തി തരണയല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നീ വെക്കല്ലേ അല്ലാ. എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. എല്ലാ ഭീകരമായ മാരകമായ രോഗങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണമേകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാ. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായി ജീവിക്കുന്നവർ അല്ലാഹുവേ, എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. പല ഉമ്മമാര്, പല ഉപ്പമാര് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കി കൊടുക്കണയല്ലോ. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണയല്ലോ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അവരാരെയും നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ അവരെ പരിപൂർണമായും സ്വീകരിക്കണയല്ല. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണയല്ല. മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ കഷ്ടപ്പാടുകൾ നീ മാറ്റിക്കൊടുക്കണയല്ല. അല്ലാഹുവേ, ഞങ്ങൾ ഉസ്താദന്മാരെ എല്ലാവരെയും നീ സ്വീകരിക്കണയല്ല. ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സ്നേഹിതർ എല്ലാവരെയും പരിപൂർണമായും സ്വീകരിക്കണയല്ല. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാനിൽ നിന്നിലേക്ക് നിനക്ക് തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യുവാൻ, നിന്നിലേക്ക് അടുക്കുവാനുള്ള മനസ്സുകൾ ഞങ്ങൾക്ക് നീ നൽകണയല്ല. ഞങ്ങളുടെ ദുആക്കൾ സ്വീകരിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സ്വീകരിക്കണയല്ല. അവിടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണയല്ല. അവരുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല. അവരുടെ മക്കളിൽ ബറക്കത്ത് നൽകണയല്ല. അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണയല്ല. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുക്കണയല്ല. കടങ്ങൾ വീടിക്കൊടുക്കണയല്ല. അത് വീടുവാനുള്ള ഹലാലായ സമ്പത്ത് നൽകി
നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ദുആയിൽ നിങ്ങൾ കാണുന്ന ആ മൂന്നാമത്തെ വരിയിൽ അല്ലാഹുമ്മ ജഅൽനി എന്നുള്ളത് അത് നാം ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോൾ ഇജ്അൽനി എന്നും കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ ഇജ്അൽന എന്നുമാണ് പറയേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒരു സംശയം തോന്നാം, ഇതിൽ ഇജ്അൽനി എന്നാണല്ലോ പിന്നെ ഉസ്താദ് ദുആ ചെയ്യുന്നത് ഇജ്അൽന എന്നുമാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. അതുകൊണ്ട് പ്രത്യേകം ഉണർത്തി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.